ഈ രൂപത ആരംഭിച്ചത് 2012 അഭിമന്യ കുര്യാക്കോസ് പിതാവ് ആദ്യത്തെ മെത്രാനായി സ്ഥാനാരോഹണം ചെയ്തു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ 13 വർഷത്തിനുള്ളിൽ ഈ രൂപത ഒത്തിരിയേറെ വളർന്നിട്ടുണ്ട്. തലസ്ഥാന നഗരിയിൽ സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിലൊക്കെ പിതാവിൻ്റെ ഇടപെടൽ മൂലം ഈ രൂപത കൂടുതൽ അറിയപ്പെടുകയും ഈ രൂപതയിൽ ജീവിക്കുന്നവർക്ക് ഈ രൂപത അതിരൂപതയാകുന്നതിൽ ഒത്തിരിയേറെ സന്തോഷവുമുണ്ട്. ഇനിയും കൂടുതൽ വളരാനുള്ള സാധ്യതകൾ തുറന്നു തരികയാണ് ഈ രൂപത അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുമ്പോൾ. അത് അജപാലന രംഗത്ത് മാത്രമല്ല, സാമൂഹിക രാഷ്ട്രീയ രംഗത്തും ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനായിട്ടുള്ള വലിയൊരു അവസരം ലഭിക്കുകയാണ്. അത് തീർച്ചയായും ഉപയോഗപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം പിതാവ് രൂപതയെ നട്ട് നനച്ച് വളർത്തിയത് ഭരണക്കുളങ്ങര പിതാവിൻ്റെ ശുശ്രൂഷകളാണ്. അപ്പോൾ പിതാവിൻ്റെ ശുശ്രൂഷകൾ എങ്ങനെ നോക്കിക്കാണുന്നു പിതാവ്, പ്രത്യേകിച്ച് രൂപത അടുത്തൊരു ഘട്ടത്തിലേക്ക് വളർന്ന ഒരു ഘട്ടത്തിലേക്ക്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ മൈഗ്രൻസിൻ്റെ ഒരു അജപാലന ശുശ്രൂഷ നന്നായിട്ട് നടക്കുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ കുറച്ചും കൂടി മിഷൻ പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. കേരളത്തിൻ്റെ 9 ഇരട്ടി വലിപ്പമുള്ള ഈ രൂപതയിൽ ഇനിയും ഈശോയെ അറിയാത്ത ഒത്തിരിയേറെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വൈദികർക്ക് വലിയ വെല്ലുവിളിയാണ് ഭാഷകൾ പഠിച്ച് ഈശോയെ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്ത് കൂടുതൽ പേരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യം ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. അത് തീർച്ചയായും വലിയ കൂട്ടായ്മയിൽ സ്നേഹത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.